ഡോക്ടർ, ഇപ്പോൾ ഡോക്ടർ ഹാരിസ് ഉന്നയിച്ച വിഷയത്തിൽ ഒരു നടപടി ഉണ്ടാകുമെന്ന ഉറപ്പ് ലഭിച്ചിരിക്കുന്നു. ആ ഉറപ്പ് എങ്ങനെയാണ് ലഭിച്ചത്? ഈ പൊതുമധ്യത്തിലേക്ക് ആ വിഷയം എടുത്തിട്ട് ഇവിടെ കേരളം അത് ചർച്ച ചെയ്ത സാഹചര്യത്തിലാണ്. ബാക്കി പ്രശ്നങ്ങൾ വീണ്ടും അവിടെ കിടക്കുകയാണ്. ഓരോ ഘട്ടത്തിലും അങ്ങനെ പുറത്തു വന്നൊരു പ്രതികരണം നടത്താൻ നിങ്ങൾക്ക് ആർക്കും സാധിക്കുകയില്ല. അതിൻ്റെ പരിമിതികൾ ഉണ്ട് എന്നുള്ളതാണ് ഇന്നിപ്പോൾ ഡോക്ടർ ഹാരിസ് നടത്തുന്ന പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം വന്ന് സംസാരിക്കുന്നുണ്ട് എങ്കിൽ കൂടിയും ചില പരിമിതികൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ടാണ്. അപ്പോൾ ഇത് ഈ സിസ്റ്റത്തെ നേരെയാക്കാൻ ഇനി എന്താണ് നിങ്ങൾക്ക് മുന്നിലെ വഴി? ഇതിൽ നമ്മൾ സിസ്റ്റം ഫെയിലിയർ എന്ന് പറയുമ്പോൾ അതൊരു ഏതെങ്കിലും ഒരു ക്ലർക്കിൻ്റെ ഒരു ഓഫീസ് സ്റ്റാഫിൻ്റെ മാത്രം ഇഷ്യൂ അല്ല. കാരണം നമുക്ക് പലതും ഇപ്പോൾ സാറ് തന്നെ പറഞ്ഞു യൂസർ ഫീ പിരിച്ചിട്ടാണ് നടത്തുന്നത്. അത് പല സ്കീംസിലായിട്ടാണ് പലപ്പോഴും ഗവൺമെൻറ് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സ്കീംസിൽ കാസ്പ്, ആരോഗ്യകിരണം, ന്യൂ കാരുണ്യം, അങ്ങനെ പല സ്കീംസുണ്ട്. ഈ സ്കീംസിലൊക്കെ കോടികളാണ് കുടിശ്ശിക മെഡിക്കൽ കോളേജുകൾക്ക് കിട്ടാനുള്ളത്. അപ്പോൾ ഈ മെയിൻ്റനൻസ് തന്നെ നടത്തണമെങ്കിൽ നമുക്ക് ഫണ്ടില്ലാതെ പറ്റില്ല. ഫണ്ടിൻ്റെ ഡെർത്ത് എന്തായാലും ഉണ്ട്. ഫണ്ടില്ലാതെ അവിടെ ആർക്കും ആക്ച്വലി മാജിക് ഒന്നും കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു കാര്യം, അതായത് ഫണ്ട് വേണം. അടുത്തത് മെയിൻ്റനൻസ് വരുമ്പോൾ ആനുവൽ മെയിൻ്റനൻസ് മുമ്പ് പ്ലാൻ ഫണ്ടിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതിപ്പോൾ വീണ്ടും അതിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്തു. അപ്പോൾ HDS തന്നെ അത് ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥയാണ് പല മെഷീൻസിൻ്റെയും. ഇതിന് മുന്നേ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ മെഷീൻസുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളെല്ലാവരും തന്നെ പല കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ എല്ലാം HOD എന്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളൊരു ചോദ്യം വരുന്നു. HOD ആരും തന്നെ ഒരു കാര്യം മറച്ചു വെക്കാറില്ല. എല്ലാം കൃത്യസമയത്ത് തന്നെ അവർ മേലധികാരികൾക്ക് റിപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ പ്രശ്നങ്ങൾ വരുന്നത് ഇവിടെയാണ്. ഒന്ന്, ഫയലുകൾ വളരെ പതുക്കെ നീങ്ങുന്നു. രണ്ട്, ഫണ്ടിൻ്റെ ഡെർത്ത്. അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ ഇവിടെയുണ്ട്. അതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജിലെ ഫാക്കൽറ്റികൾ അസംതൃപ്തരാണ്. എന്തുകൊണ്ടാണ്? ഒന്ന്, വളരെയധികം കൂടി വരുന്ന വർക്ക് ലോഡ്. അതോടൊപ്പം തന്നെ ഈ സൗകര്യങ്ങളുടെ അപര്യാപ്തതയും. പിന്നെ നേരത്തെ അഡ്വക്കേറ്റ് പറയുകയുണ്ടായി ഈ കോവിഡ് സമയത്തുള്ള നമ്മുടെ പ്രവർത്തനത്തെക്കുറിച്ച്. ഈ കോവിഡ് സമയത്ത് മെഡിക്കൽ കോളേജ് ഫാക്കൽറ്റികളാണ് ഏറ്റവും കൂടുതൽ ഈ ഡെത്ത് റേറ്റ് കുറച്ച് കൊണ്ടുവരാനായിട്ട് അഹോരാത്രം പണിയെടുത്തവരാണ് ഞങ്ങൾ. എന്നിട്ട് ഞങ്ങളുടെ പേർവിഷൻ വന്നിട്ട് 5 വർഷത്തെ കുടിശ്ശികയാണ് ഞങ്ങൾക്ക് തരാനുള്ളത്. നാളിതുവരെ ആ കാര്യത്തിൽ ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ അടുത്ത പേർവിഷൻ വരാൻ സമയമായി. 2016 കഴിഞ്ഞ് 2026 പേർവിഷൻ വരാൻ സമയമായി. സ്റ്റേറ്റ് ജീവനക്കാർക്ക് വരെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങളുടെ കാര്യത്തിൽ ഇന്നേ വരെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. അതോടൊപ്പം തന്നെ എൻട്രി കേഡറിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസേഴ്സ് കൂടുതൽ വരണം. നമുക്ക് ഡെഫിഷ്യൻസീസ് ഉണ്ട്. പുതിയ കോളേജസിൽ പോലും പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്താൽ പോലും പുതിയ ആൾക്കാർ വരണം എന്നുണ്ടെങ്കിൽ അവരുടെ പേയും അവർക്ക് വർക്ക് ചെയ്യാനുള്ള സാഹചര്യങ്ങളും ആകർഷകമാക്കണം. ഇങ്ങനെ ഒരുപാട് ഇഷ്യൂസ് പുതിയ മെഡിക്കൽ കോളേജുകളിലെ ഇൻഫ്രാസ്ട്രക്ചർ ഡെഫിഷ്യൻസി, സ്റ്റാഫ് ഡെഫിഷ്യൻസി ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ കണ്ടതാണ്. കാസർഗോഡേക്കും വയനാടേക്കും ഇത് MBBS കോഴ്സ് തുടങ്ങാനായിട്ട് NMCയുടെ റിക്വയർമെൻറ്റ്സിനനുസരിച്ച് 40 പേരെ കാസർഗോഡേക്കും 22ഓളം പേരെ വയനാടേക്കും ഡെപ്യൂട്ട് ചെയ്യേണ്ടത്. അത് ഈ എക്സിസ്റ്റിംഗ് മെഡിക്കൽ കോളേജുകളിൽ നിന്നാണ്. ഈ മെഡിക്കൽ കോളേജുകളിൽ അതുകൊണ്ടുണ്ടാകുന്ന ഫാക്കൽറ്റിയുടെ ക്ഷാമം എങ്ങനെ പരിഹരിക്കും? അവർ ചെയ്തുകൊണ്ടിരുന്ന വർക്ക് ആര് ചെയ്യും? ഇതിനൊന്നും ഉത്തരമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ പുതിയ മെഡിക്കൽ കോളേജുകളും ഫെസിലിറ്റീസ് ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ തുടങ്ങാവുന്ന സംഘടന പലതവണ ആവശ്യപ്പെട്ടതാണ്. അപ്പോൾ ഫണ്ടുകൾ കൃത്യസമയത്ത് പ്രയോറിറ്റൈസ് ചെയ്ത് മെഡിക്കൽ മേഖലയിൽ ലഭ്യമാക്കുക എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രയോറിറ്റി ആയി തന്നെ എടുക്കേണ്ടതുണ്ട്. എന്നാലേ നമ്മൾ ഈ പറയുന്ന സിസ്റ്റം ഇമ്പ്രൂവ് ചെയ്യാനും സിസ്റ്റത്തിലെ കുറച്ചുകൂടെ ആൾക്കാർക്ക് ത്വരിതപ്പെട്ട് വർക്ക് ചെയ്യാനുമായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ സിസ്റ്റത്തിൻ്റെ പല ലെവലിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കണം. അതുപോലെ എക്സാമിനേഷൻ നടത്താൻ കുഹാസിൻ്റെ യൂണിവേഴ്സിറ്റി എക്സാം നടത്തണമെങ്കിൽ പോലും കയ്യിൽ നിന്ന് കാശ് ചിലവാക്കേണ്ട അവസ്ഥയാണ് പല HODമാർക്കും ഉള്ളത്. അത് ഫണ്ടുകളെല്ലാം വളരെ അപര്യാപ്തമാണ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്നത് വരെ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുടെ ഇടയിലാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ വർക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾ ഇത്രയും ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഞങ്ങളൊരു പ്രശ്നം ഉന്നയിക്കുമ്പോൾ അത് അതിൻ്റേതായ ഒരു സീരിയസ്നെസ്സിലെടുത്ത് അത് എത്രയും പെട്ടെന്ന് നടത്തിത്തരാനുള്ള ഒരു ആർജവം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഇതുവരെയും അങ്ങനെ തന്നെ ആയിരുന്നു. അപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി എന്ന് പറയുകയുണ്ടായി ഈ പ്രശ്നങ്ങൾ പഠിച്ച് അതിൽ എത്രയും പെട്ടെന്ന് പരിഹാരത്തിനുള്ള നടപടിയെടുക്കും. അതൊരു ഒറ്റപ്പെട്ട പ്രശ്നമല്ല. പ്രശ്നം എല്ലാ മേഖലകളിലും ഉണ്ട്. അപ്പോൾ എന്താണ് റിയൽ ഇഷ്യൂ എന്നുള്ളത് മന്ത്രി പരിശോധിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. വളരെ നന്ദി ഡോക്ടർ ടി റോസ്ന റബീഗം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.